ഈ സർക്കാരിന് ഒരു പ്രതിസന്ധിയില്ല. സ്വന്തക്കാരെ വേണ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിന് അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിന് ഈ സർക്കാരിന് ഒരു തടസ്സവുമില്ല. സർ, PF ലയിപ്പിച്ചിട്ടുള്ള ക്ഷാമബത്ത അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രെഡിറ്റ് ആയ പൈസ അത് എടുക്കാനുള്ള അവകാശം ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് സർക്കാർ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് 2019 ജനുവരി മാസം മുതലുള്ള DA, 2019 ജനുവരി, ആ വർഷം ജൂലൈ, 2020 ജനുവരി, 2020 ജൂലൈ എന്നിങ്ങനെ 4 ഗഡു DA 2021 ഫെബ്രുവരിയിൽ ഈ സർക്കാർ അനുവദിക്കുകയുണ്ടായി. ആ അനുവദിച്ച DA എന്ന് പറയുന്ന 16% വരും. ആ 16% വരുന്ന DA അന്ന് പറഞ്ഞത് അതുവരെയുള്ള ഈ 26 മാസത്തെ കുടിശ്ശിക, ആ കുടിശ്ശിക പ്രോവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കും. അത് നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം 4 ഗഡുക്കളായിട്ട് വിഡ്രാ ചെയ്യാമെന്നുള്ളതാണ് അന്നത്തെ ഉത്തരവ്. എന്നാൽ ഈ സർക്കാർ അത് 2023 ഏപ്രിൽ 1 വിഡ്രാ ചെയ്യാമായിരുന്നു, 1 ഗഡു. രണ്ടാമത്തേത് സെപ്റ്റംബർ 30, 2023 സെപ്റ്റംബർ 30 വിഡ്രാ ചെയ്യാമായിരുന്നു. അതിനുശേഷം 2024 ഏപ്രിൽ 1 പിൻവലിക്കാമായിരുന്നു. 2024 സെപ്റ്റംബർ 30 പിൻവലിക്കാമായിരുന്നു. എന്നാൽ ഈ സർക്കാർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത് പിൻവലിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഈ അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടൻറ്റ് ജനറലിന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കത്തയക്കുകയായിരുന്നു. തൽഫലമായിട്ടാണ് ഈ ജീവനക്കാരന് ഈ 4 ഗഡുവിന് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ലയിപ്പിക്കപ്പെട്ട ക്ഷാമബത്ത കുടിശ്ശിക ഇന്ന് ജീവനക്കാരന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. സർക്കാർ യഥാർത്ഥത്തിൽ നഗ്നമായ മനുഷ്യാവകാശ ലംഘനവും നിയമലംഘനവുമാണ് നടത്തുന്നത്. നമുക്ക് ഇന്ന ദിവസം വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്ത ഒരു തുക ആ ദിവസം കഴിഞ്ഞിട്ടും പിൻവലിക്കാൻ കഴിയാത്ത രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് സാമ്പത്തിക കുറ്റകൃത്യത്തിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുഖേന സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ്റെ ഏറ്റവും കുറഞ്ഞ നഷ്ടം എന്ന് പറയുന്നത് 43,800 രൂപയാണ്. ഏറ്റവും ഉയർന്ന നഷ്ടം എന്ന് പറയുന്നത് 3,19,000 രൂപയാണ്. ഇത്രയും വലിയ തുകയാണ് ഈ 4 ഗഡുക്കളായിട്ട് വിഡ്രോ ചെയ്യാമായിരുന്നു, പിൻവലിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ തുക പിൻവലിക്കാനുള്ള അവസ്ഥ നിഷേധിച്ചിരിക്കുന്നു. ഇതിനെന്താണ് ഇനി അടുത്ത നടപടി? പരാതികളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, പരാതികളൊക്കെ നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഈ അവസാനത്തെ ഏപ്രിൽ 1-ാം തീയതി നമുക്ക് 4ാമത്തെ ഗഡു ആ തുക വിഡ്രാ ചെയ്യാമായിരുന്നത് അത് പിൻവലിക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും നിവേദനം കൊടുത്തതാണ്. കഴിഞ്ഞ ഓണക്കാലത്തും ഓണക്കാലത്തെങ്കിലും ഇതിനൊരു ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചതാണ്. അപ്പോഴും ഈ സർക്കാർ അക്കാര്യത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നു എന്ന് പറയുന്ന, അതായത് ഇപ്പോഴത്തെ അവസ്ഥ, ജീവനക്കാരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് PF ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, PF നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ കഴിയില്ല. അപ്പോൾ PF ഇല്ല, കയ്യിലും ഇല്ല, പോക്കറ്റിലും ഇല്ല എന്നുള്ള അവസ്ഥയിൽ സർക്കാരിൻ്റെ ഖജനാവിലാണ് ഈ പൈസ, മറിച്ച് ജീവനക്കാരൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലല്ല എന്നുള്ളതാണ് വസ്തുത. പ്രതിഷേധ മാർഗങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പണിമുടക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തടഞ്ഞു വയ്ക്കപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ അനുവദിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഈ പറഞ്ഞ തുകയും ജീവനക്കാരൻ്റെ ആവശ്യത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു സമരമാർഗം എന്താണ് എന്നുള്ളത്, ജീവനക്കാർ പ്രക്ഷോഭരംഗത്താണ്. അതികഠിനമായിട്ടുള്ള മറ്റൊരു പ്രക്ഷോഭവുമായിട്ട് സർക്കാർ ജീവനക്കാരൻ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ ജീവനക്കാരന് ക്ഷാമബത്ത ഇവർ അനുവദിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരന് അവസാനത്തെ ക്ഷാമബത്ത ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് 2021 ജൂലൈ 1 ക്ഷാമബത്തയാണ്. അതേസമയം ഇന്നലെ ഇവിടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന, അട്ടിക്ക് വകയില്ലാത്ത, യാതൊരു നിവൃത്തിയുമില്ലാത്ത IAS ഏജമാനന്മാർക്ക്, IPS യജമാനന്മാർക്ക്, IFSകാർക്ക് സർക്കാർ വാരിക്കോരി കൊടുക്കുകയാണ്. കാരണം അവർക്ക് നിവൃത്തിയൊന്നുമില്ല. കാരണം അവർ അത്താഴ പട്ടിണിക്കാരാണ്. യാതൊരു 2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് 5 ലക്ഷം രൂപ വരെ കൊണ്ടുപോയാലും അവർക്ക് ജീവിതം നടത്താൻ ഒരു നിവൃത്തിയില്ലാത്ത അത്തരം വിഭാഗത്തിന് ഈ സർക്കാരിൻ്റെ ഉദാര സമീപനം കാരണം അവർക്ക് യാതൊരു കുടിശ്ശികയില്ലാതെ 2024 ജൂലൈയിലെ അനുവദിക്കപ്പെട്ട DA കേന്ദ്രം അനുവദിച്ച അതേ നിരക്കിലും കേന്ദ്രം അനുവദിച്ച അതേ തുകയും അതുപോലെ തന്നെ കയ്യിൽ പൈസയായിട്ട് തന്നെ. അപ്പോൾ പൈസ ഇല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഈ സർക്കാരിന് ഒരു പ്രതിസന്ധിയില്ല. സ്വന്തക്കാരെ
വേണ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിന് അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിന് ഈ സർക്കാരിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയല്ല, കാരണം അതുപോലും എന്ത് ചെയ്തിരിക്കുന്നു, ജീവനക്കാരന്, സർക്കാർ ജീവനക്കാരന് നിഷേധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഇന്നലെ അനുഭവിച്ചിരിക്കുന്ന ജിഒയിൽ അക്കൗണ്ടന്റ് ജനറൽ എഴുതിയ ഒരു കത്തിനെ കുറിച്ച് അതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരൻ്റെ ഡി അനുവദിക്കുമ്പോഴത്തേക്ക് ഈ റെഫർ ചെയ്ത കത്ത്, അക്കൗണ്ടന്റ് ജനറലിൻ്റെ കത്ത്, ഈ സർക്കാരോ ഈ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരോ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ മന്ത്രിയോ ഒന്നും തന്നെ ഈ ഉത്തരവ് അന്ന് കാണില്ല. ആ ഉത്തരവിനെ കാണിക്കാതെയാണ് ഇന്ന ദിവസം മുതൽ തന്നിരിക്കുന്നു. അതുവരെ 39 മാസത്തെ 2 ഗഡു കുടിശ്ശിക, അങ്ങനെ 78 മാസത്തെ DA കുടിശ്ശിക നഷ്ടപ്പെടുത്തിയ കിരാത ഭരണമാണ് കേരളത്തിൽ നടന്നത്. സാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ VP ജോയ് ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് അനധികൃതമായിട്ട് സമ്പാദിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം അനധികൃതമായിട്ട് ഇങ്ങനെ സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെ പിന്തുണ ഇതിൻ്റെ പിറകിലുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പം ഇത് എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടാതാകുന്നു, ഇവർക്ക് കിട്ടുന്നു എന്നത് ചിന്തിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? സർക്കാർ ജീവനക്കാരൻ കഞ്ഞി കുടിച്ച് കിടക്കണമെന്ന് ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. തൊഴിലാളി വർഗത്തോട് പ്രതിബദ്ധത എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. ഇവിടെ KM എബ്രഹാമിന് 4 ലക്ഷത്തി ചില്ലുവാനും രൂപ ശമ്പളം വാങ്ങിക്കാം, ഒരു പ്രശ്നവുമില്ല. പെൻഷന് ഒരുമിച്ച് വാങ്ങിക്കാം. VP ജോയിക്ക് പെൻഷൻ വാങ്ങിക്കാം, പെൻഷൻ കൂടാതെയുള്ള തുക വാങ്ങിക്കാം. ക്ഷാമബത്ത, രണ്ടിൻ്റെയും ക്ഷാമബത്തെയും ക്ഷാമാശ്വാസവും ഒരുമിച്ച് വാങ്ങിക്കാം. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടമാടുന്നത്. ഇത് അനധികൃതമെന്ന് പറയാൻ കഴിയില്ല. ഇത് അധികൃതമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അർഹത ഉണ്ടായിരിക്കില്ല, പക്ഷെ അനധികൃതം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ സർക്കാർ അവർക്കിതൊക്കെ ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ്.